ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10-15 അത് നമ്മൾ ഇതുപോലെ ഇടിച്ചെടുക്കണം. അത് നമ്മൾ ചതച്ചെടുക്കുകയാണ് വേണ്ടത്. മിക്സിയിലിട്ടാൽ നന്നായിട്ട് അരഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എരിവുള്ളതാണ് ചേർത്തിട്ടുള്ളത്. എരിവ് വേണ്ടാത്തവർക്ക് കാശ്മീരി മുളക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം ഉടച്ചിട്ടുള്ള തൈരും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഒരു നുള്ളു കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് കൂടെ ഇളക്കിയെടുത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുക. അതും കൂടെ ഈ തൈരിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഞാനിതിപ്പോൾ ഇതിൻ്റെ കൂടെ ചമ്മന്തിയും നല്ല ചുട്ട പപ്പടവുമാണ് ചേർത്തിട്ട് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ സിമ്പിളായിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായിട്ട് നാളെ കാണാം.